ഇനി എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? ഇനി നമ്മളുടെ സൈക്കിൾ യജ്ഞം 24 സൈക്കിൾ യജ്ഞം. എനിക്കൊന്ന് വിജയകുമാർ, സൈക്കിളിന് ഈ നാട്ടിൽ ഒരു വില ഉണ്ടാകും. ഇപ്പൊ സൈക്കിൾ ഒരുപാട് വിറ്റ് കഴിയുന്നുണ്ട്, അറിയാമോ? ഒരുപാട് ആൾക്കാർ സൈക്കിൾ വിട്ടി തുടങ്ങി. നമ്മുടെ ഈ മുണ്ടൊക്കെ നമ്മൾ വ്യാപകമായിട്ട് 24 ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുണ്ടും ചിലവായി തുടങ്ങി. അതുപോലെ അതിന്റെ പിന്നാലെ സൈക്കിളിനും കേരളത്തിൽ ഡിമാൻഡ് കൂടി. ഇപ്പൊ നമ്മുടെ 3 വാർത്താ അവതാരകര് സൈക്കിളുമായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? തൃശ്ശൂർ മണ്ഡലത്തിലൂടെയാണ് അവരുടെ പര്യടനം. ഇന്നത്തെ പറ്റിയ സ്ഥലമാണ് അല്ലേ? നല്ല ചൂടുണ്ട്, കലാകാരികൾ തൃശ്ശൂരിലുണ്ട് ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, സ്മിതയിലേക്ക് പോകാം. സ്മിതയാണ് നമ്മുടെ സൈക്കിൾ യജ്ഞക്കാരുടെ നേതാവ് അല്ലേ? ഓക്കെ, യജ്ഞം തുടരൂ സ്മിതേ. നമ്മളിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സൈക്കിള് ചവിട്ടി കുറച്ച് ദൂരം എത്തിയപ്പോ കുതിരാൻ തുരങ്കവും കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു വീടിന്റെ അവിടെ കുറച്ച് ഒരു വെളിച്ചമൊക്കെ കണ്ടു. സ്മിത, മൈക്ക് ഇത്തിരി അടുപ്പിച്ച് വെച്ചോളൂ, സൈക്കിളിൽ കയറുമ്പോൾ മൈക്ക് വിടരുത്. പിള്ളേര് ഇരിക്കണ്ട്. എന്നാ ഞങ്ങള് അല്ല പറയുണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, കാണുന്നില്ല. ഈ വീടിന്റെ ഇവിടെ കുറച്ച് പിള്ളേരെ കണ്ടു. മാത്രമല്ല ഇവിടെ പുറത്ത് സൈക്കിൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഏരിയയിൽ എവിടെയോ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ അത് തേടി വന്നതാണ്. ആരെയാണെന്ന് എസ്കേന് മനസ്സിലായില്ല. നമ്മുടെ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ആളെ കണ്ടിട്ടേയില്ല. അപ്പൊ പക്ഷെ നമ്മളിപ്പോ എന്തായാലും ഈ പിള്ളേരോടൊന്ന് ചോദിക്കാം എന്താ സംഭവം എന്ന് അറിയണമല്ലോ. നല്ല രസമുണ്ട് എസ്കേ. ഒരു കാലം ഓർമ്മ വരുന്നുണ്ട്. പേരെന്താ? ശ്രേയ, അമേയ, ശ്രീഹർ, ആദിദേവ്. എല്ലാരും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നേ? തേർഡ് ബി. ഇവിടെ ട്യൂഷൻ എടുക്കുകയാണോ? ആരാ ട്യൂഷൻ പഠിപ്പിക്കുന്നത്? നിങ്ങളെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ട്യൂഷൻ പഠിക്കും. കളിക്കാനൊക്കെ നേരം കിട്ടുമോ നിങ്ങൾക്ക്? ഏറ്റവും പാടുള്ള സബ്ജക്ട് ഏതാന്നേ? അങ്ങനെയൊന്നുമില്ല, മിടുക്കിയായിട്ട് പഠിക്കും. അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സബ്ജക്ട്. ചക്കുടൂസ്, നീ പാട്ട് പാടുവോ? മേലേ മാനം, കേക്കട്ടെ. മേലേ മാനം, മാനം മേലെ, മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ. ശ്രേയ, ശ്രീഹർ, ആദിദേവ്. സ്മിത, ഞാൻ ദാ ഇപ്പഴാ കണ്ടത് ഇവിടെ ഒരു നായ്ക്കുട്ടി. കടിക്കുവോ? എന്താ പേരെന്താ ഇത്? റൂബി. കടിക്കില്ലല്ലോ അല്ലേ? ലൈവായിട്ട് കടികൊള്ളുമോ? ചേച്ചി ഒന്നും ചെയ്യല്ലേ മോനല്ല, പാട്ട് പാടി കൊടുത്താ മതി. പ്രശ്നം ഉണ്ടാക്കിയാലേ പാവം. എന്താ റൂബി? ഇവിടെ പോസ്റ്റർ ആണ്. പോസ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചിലർക്കൊക്കെ കൗതുകം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പോസ്റ്റർ സഖാവ് കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കാന്നൊക്കെ പറഞ്ഞ പോസ്റ്ററൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇവരോട് രാഷ്ട്രീയവും കാര്യങ്ങളും ഒന്നും ചോദിക്കുന്നില്ല. പ്രേത നടന്നോ? നിനക്ക് ചിലപ്പോ പട്ടിയുടെ കടികൊള്ളാനുള്ള ഒരു കടിക്കാനാണ് ഇതിനോടങ്ങ് കടിച്ചത്. അല്ല ചേട്ടാ, അത് ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, വന്നിട്ടുണ്ടോ? പോയി നോക്കാല്ലേ എവിടെയാന്ന്. അതെ, വിനീത. മോളെ അതിക്രമിച്ച് വീട്ടിൽ കയറിയെന്നാവോ? അതെ, എന്നാലും പോയി നോക്കണ്ടേ? നമുക്ക് തിരിച്ചു ചെല്ലുമ്പോ അല്ലെങ്കിൽ വിനീതയെ കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കാണാനില്ല. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ചേട്ടാ? അതാ പറഞ്ഞ അടുക്കള പണി എടുക്കണ അടുക്കള വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നല്ലേ? ചേട്ടാ പറയണ അടുക്കളയിലേക്ക് എത്തിയെന്നാണ്. അമ്മയുടെ പേരെന്താ? എന്റെ പേര് വള്ളച്ചി. വല്ലച്ചി ആണോ? ടി വി കാണാറുണ്ടോ അമ്മ? ഇതേന്ന് വെച്ചാൽ 24 വെച്ചേക്കണം അമ്മ. ശരിക്കും നമ്മുടെ വിനീത വീജി ഇവിടെ ഉണ്ട്. ഞാൻ ഐസും ചോദിച്ചപ്പോ അത് തപ്പി ഇറങ്ങിയതാണല്ലോ. പാലക്കാടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പാലക്കാടിന്റെ മരുമകളാണ് വിനീത വീജി കേട്ടോ. പാലക്കാടിന്റെ
ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ വന്നപ്പോ ചേച്ചി ഇങ്ങനെ നല്ല ഈ മസാല ദോശ, കുട്ടി ദോശ, റവ ദോശ ഒന്നുമില്ല. പക്ഷെ പാലക്കാടിന്റെ നല്ല സ്വാദിഷ്ടമായ ദോശയുണ്ട്. ഒരെണ്ണം ഞാൻ പ്രവിധിക്ക് തരുന്നുണ്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ചേച്ചിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മള് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അത് ആയിട്ടില്ല അല്ലേ ചേച്ചി? എന്ത് ചട്നിയാ ചേച്ചി? തക്കാളി ചട്നി. ദോശന്റെ കൂടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ തക്കാളി ചട്നിയും ദോശയും. ചമ്മന്തി അത് ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഈ നൈസായിട്ട് ചുട്ട് നമുക്ക് ഈ കാണുന്ന പോലെ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേക തരത്തിലാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ചേച്ചിയാണോ ദോശ ഇട്ടുകൊണ്ടിരുന്നത്? ചേച്ചിയല്ല, മോളാണോ? ടീച്ചറാ അല്ലേ? ടീച്ചർ കുറെ കുട്ടികളുണ്ടല്ലോ. ശരിക്കും ടീച്ചറാണോ? ആണോ? ടീച്ചർ ദോശയൊക്കെ ചൂടാറുണ്ടോ വീട്ടില്? പേര് ചോദിച്ചില്ല. ദോശയ്ക്ക് എത്ര മാർക്ക് പറയും? നമ്മൾക്ക് ഫുൾ മാർക്ക് തരും. അമ്മയുടെ പേരെന്താ? ഷീജ ചേച്ചി അല്ലേ? മരുമോളാണോ അത്? അല്ല, ഇത് ഇവളുടെ ചെറിയമ്മ. ഒപ്പം തന്നെ കാര്യം നമുക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരാനും ദോശ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. നമുക്ക് ഇവർക്ക് ഇടയിലുള്ള സ്ഥാനം ശരിക്കും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഭയങ്കര സന്തോഷം. പേര് ചോദിച്ചില്ല. ചേച്ചിയുടെ പേരെന്താ? സൽമ. സൽമ. ചേച്ചി ഷീജ. അതാണ്. അപ്പൊ ചേച്ചി പറയുന്നത് ദോശ കഴിച്ചിട്ട് ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ വന്ന് അവള് വീട്ടുകാരി ആയി കഴിഞ്ഞു. എന്തായാലും ഐസ് അന്വേഷിച്ചു വന്നതാണ്. പക്ഷെ ഐസ് കിട്ടിയില്ല. അതെ, ഐസ് എന്തിനാണെന്ന് ആൾക്കാർ വിചാരിക്കും, തെറ്റിദ്ധരിക്കും. അതുകൊണ്ടല്ല. ചേച്ചിമാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കളികളൊക്കെ അവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് ദോശ ഞങ്ങള് അല്ലേ അടുത്ത പണി നോക്കട്ടെ. ഓക്കെ. അപ്പൊ സ്മിത, വിനിത ആൻഡ് പ്രവിതലക്ഷ്മി, നിങ്ങൾ അത്യാവശ്യം ദോശ കഴിച്ച് അവരുടെ ലോഗിയൊക്കെ പറഞ്ഞിട്ട് 24 ഒക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ വന്നാൽ മതി. 24 ഇട്ടുണ്ടെന്ന് പറഞ്ഞ്. അത്രയും സന്തോഷം.